എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റോമീൻ്റെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പഴയ വാടക വീട്ടിൽ നിന്ന് പുതിയ വാടക വീട്ടിൽ മാറിയില്ല. അതല്ല ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെല്ലാം പഴയ വീട്ടിലുള്ള കേട്ടോ. എൻ്റെ വീട്ടിൽ സുന്ദരനാണ് ഇരിക്കുന്നത്. പുതിയ വീട്ടിലത്തെ വീടെല്ലാം കാണിക്കണം എന്നുണ്ട്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് ജോലി കുറേ കൂടിയിട്ടുണ്ട്. ഞാൻ രാത്രി 8 മണി വരെ ജോലി ചെയ്യണ കാരണം എനിക്കങ്ങനെ വീഡിയോ എടുക്കാനും പറ്റണില്ല. ഇവരെ പിന്നാലെ നമ്മൾ പോകുമ്പോഴല്ലേ അതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതിന് സമയം കിട്ടണില്ല. പിന്നെ വീട്ടിലത്തെ കുട്ടിക്കുറുമ്പനാണ് ഇരിക്കുന്നത്. നമ്മളെ വീട്ടിലത്തെ മെയിൻ തല്ലിന് കാരണം ഇവനും ഒരുത്തനാണ്. ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ഇവനും ഒരുത്തനാണ്. ഈ മുടിയും പയ്യനും ഒരുത്തനാണ്. പിന്നെ ഇവരെ തമാശയൊക്കെ ഭയങ്കര, ചില സമയത്ത് സീരിയസ് ആകുമ്പോൾ അത് നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമാണ്. കാരണം വഴക്ക് കൂടി കഴിയുമ്പോൾ ഇവർ 3 പേരും ചേട്ടനും അനിയനെന്നുള്ള ആ ഒരു ബന്ധം അവർ മറന്നു പോവാണ്. പിന്നെ ഈ കുട്ടിയാണ് തല്ലിന് മെയിൻ കാരണം. ഈ കുട്ടിയും പിന്നെ ഈ ഇരിക്കുന്ന എൻ്റെ വെള്ളക്കുട്ടിയും തീരെ ചേരൂല. ആണ്ട് കഴിഞ്ഞാൽ ഇവരൊന്ന് ലൈറ്റ് ഇറുന്നൊരു ശബ്ദം ഇട്ട് കഴിഞ്ഞാൽ അവരത് ഇറുന്ന് നീട്ടിക്കഴിഞ്ഞാൽ മതി, പിന്നെ പറയണ്ട. ഉറങ്ങിക്കിടന്ന് ഈ കുട്ടി വരെ വന്നിട്ട് എൻ്റെ മക്കളുടെ തല്ല്, കൈ, കാല്, വാല് എല്ലാം കടിച്ച് മുറിക്കും. ആ തല്ല് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റിയാലും ഇവരെ വഴക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ പഴയ വീട്ടിൽ കേട്ടോ. പഴയ വീട്ടിൽ എൻ്റെ റോക്കിക്കുട്ടീൻ്റെ മെയിൻ ശത്രുവാണ്. റോക്കിക്കുട്ടീനെ കണ്ടിട്ട് അവനവിടെ നിന്ന് കുരയ്ക്കണതാണ് കേട്ടോ. ഇപ്പോൾ അവനൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്ക് നമുക്ക് ഫോൺ വിളിച്ച് പറയാറുണ്ട്, റോമീനെ റേമോനൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഇവനക്കൊന്നും അവനെ തീരെ ഇഷ്ടമില്ല. ആ ഏരിയയിൽ പോയാൽ തന്നെ കുറച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വാർപ്പിൻ്റെ മുകളിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സൗകര്യങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളതെല്ലാം ലോക്ക് ചെയ്ത് കാണും. കാരണം ഇവിടെ തമിഴ്നാട്ടിലായ കാരണം വീടിനോട് ഒട്ടിയായിരിക്കും ഇവിടെ വീട്. അപ്പോൾ നമ്മളിവിടുത്തെ മറ്റേ വാർപ്പിൻ്റെ പുറത്ത് കയറി അപ്പുറത്തെ വീട്ടിലത്തെ വാർപ്പിൻ്റെ പുറത്ത് കാലെടുത്ത് വയ്ക്കുക. ഇതിന് മുന്നേ നിന്ന് വീട്ടിൽ നമ്മൾ അങ്ങനെയല്ലേ, ചുറ്റിലും അത്ര വീടില്ലേന്ന്. അതുകൊണ്ട് പിന്നെ അവർ ലാവിഷായിട്ട് എല്ലായിടത്തും പോയി കറങ്ങി വരാമെന്ന്. ഈ വീട്ടിൽ അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ നമ്മൾ ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ കുറേ കണ്ടീഷൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ കാരണം അവർക്ക് ശല്യം വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അതിനനുസരിച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പഴയ വീഡിയോസാണ്. എൻ്റെ ഈ മുത്തുമണി കുട്ടുവാവൻ്റെ കൂടെയുള്ള കുട്ടീനെ രാജുകുട്ടി എന്ന് ഞാൻ വിളിക്കും. എനിക്ക് എന്താണ് വായിൽ അപ്പോൾ പേര് പറഞ്ഞാൽ ആ പേര് വിളിക്കും. പക്ഷെ കുട്ടുവാവനെ മാത്രം ആ പേര് എനിക്ക് അതേ കളറിൽ എത്ര കുട്ടികളെ പ്രസവിച്ചാലും അവൻ എനിക്ക് കുട്ടുവാവാണ്. കാരണം കുട്ടുവാവിൻ്റെ പോലെ അവൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ കുട്ടിയെല്ലാം അങ്ങനെ തന്നെയാണ്. ഭയങ്കര സ്നേഹമാണ് ഇതിന്. ഞാൻ ഇപ്പോൾ പിന്നെ വീടെല്ലാം നമ്മളവിടെ നിന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന ശേഷം ഒരു 2 ആഴ്ചൻ്റെ ശേഷം അവിടെ കുറച്ച് ഫാനൊക്കെ അഴിച്ചെടുക്കണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് ഞങ്ങൾ വരുന്നതും കാത്തു നിൽക്കണ പോലെ എൻ്റെ മണി ഓടി വന്ന് വീടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ കുട്ടുവാവ, അമ്മുക്കുട്ടി, സ്കൂബി എല്ലാവരും വീടിനെ ചുറ്റിലേ വന്ന് നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മക്കൾക്ക് ഇത്ര ആയാലും അവർ മറന്നിട്ടില്ലല്ലോ. അത് കാണൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഇതേപോലെ ഇത്രയും അവർക്ക് ചുറ്റി കിടക്കുന്ന സ്പേസൊന്നും ഇപ്പോൾ നമ്മൾ പോയ വാടക വീട്ടിലില്ല കേട്ടോ. കുറച്ച് ഏരിയ ഉണ്ട്, അവിടെ വാക്കിങ് കൊണ്ടുപോകും, ചുറ്റി കറങ്ങാനൊക്കെ പോകും. ഇത് ഞങ്ങൾ വാക്കിങ് പോകുമ്പോൾ പഴയ വീട്ടിൻ്റെ അവിടെ വാക്കിങ് പോകുമ്പോഴേ ഇത് നമ്മളെ പിന്നാലെ വരുന്നത്. അവിടെ ഫുള്ള് ഇതേപോലെ കാടായിരുന്നു, മുള്ളുകാട്. വേണ്ട മണി, അമ്മുക്കുട്ടി, കുട്ടുവാവ എല്ലാവരും ഇതേപോലെ നമുക്ക് ബോഡി ഗാർഡ് വരുന്നു, പ്രൊട്ടക്ഷൻ ബോഡി ഗാർഡ് അങ്ങനെ വരുമായിരുന്നു. അതൊക്കെ ഒരു സമയം. ഇനി അതൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ ഏരിയയിലുണ്ട് ഒരു ഡോഗുണ്ട്, എൻ്റെ പൊന്നെ. അതിന് ഞാനൊരു തുള്ളി വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് അത് നമ്മളോട് ഇത്രയ്ക്കേറെ സ്നേഹം കാണിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ വണ്ടി റോഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നാലെ ഓടി വന്നിട്ട് കാലിലിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കും. അതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇവർക്ക് എങ്ങനെ മനസ്സിലാവണത് പതിരിങ്ങളെ. ഞാൻ പിന്നെ ആർക്കും കൊടുക്കാറില്ല കേട്ടോ ഇവിടെ. കാരണം ഇവിടെ ഇപ്പോൾ ഉള്ള വീട്ടിലുള്ള ചുറ്റുവട്ടത്തെല്ലാം പോലീസ് അവരൊക്കെയാണ്. പിന്നെ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് അവരവിടെ നിന്ന് അപ്പുറത്തോടെ കടിക്കാൻ പോയി എന്തെങ്കിലും പിന്നെ വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ വാടക വീട്, എൻ്റെ 3 മക്കളുള്ള കാരണം വാടക വീട് കിട്ടാനില്ല. അപ്പോൾ നമുക്കതൊരു ആർക്കും കൊണ്ടൊരു ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെയായാലും ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങി കെട്ടി പോകാനുള്ള തീരുമാനത്തിലാണ്. അത് കുറച്ച് കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു തീരുമാനത്തിലിരിക്കുകയാണ്. ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. പൈസൻ്റെ ഒക്കെ എന്നാലും കുഴപ്പമില്ല, അതൊക്കെ സമയമാകുമ്പോൾ ശരിയാവും. എൻ്റെ മക്കൾക്ക് പിന്നെ ആരും ആട്ടിപ്പയക്കാത്തൊരു ഇടം വേണമല്ലോ കിടക്കാൻ. ഡോഗ് ഉണ്ട് എന്ന് പറയുമ്പോഴേ ആരും അലവ് തരില്ല. അവർക്ക് ഇത് ഡോഗല്ല, നമ്മളെ മക്കളാണ് എന്നുള്ളത് അവർക്ക് അറിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ വളർത്തുന്നതേ കണ്ട.
ഈ കിടക്കണ കിടത്തം കണ്ട, ഈ കിടക്കയിൽ കിടക്കുന്ന കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ കിടക്കയിൽ ഇടാൻ ഒരു തുള്ളി സ്ഥലം അവൻ തരാറില്ല. പിന്നെ ഒരാൾ ഇവിടെ കിടക്കും, ചില സമയത്ത് ഒരാൾ സോഫയിൽ കിടക്കുന്നുണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയാണ് എൻ്റെ മക്കളെ നോക്കുന്നത്. നമ്മളെ കൂടെ തന്നെ കിടക്കുന്നത്, നമ്മൾ വയ്ക്കുന്ന ചോറ് നിന്നാണ് ഇവർക്ക് ചോറ് കൊടുക്കുന്നത്. അല്ലാതെ ഇവർക്ക് സെപ്പറേഷൻ നമ്മൾ തിരിച്ചിട്ടേ ഇല്ല. ഈ കുട്ടീനെ എങ്ങനെ കിടന്നുറങ്ങുന്ന കുട്ടീനൊക്കെ എങ്ങനെ നമ്മൾ വെളിയിലിട്ടെറിഞ്ഞ് പോവുക, എനിക്കത് അറിഞ്ഞൂടെ എൻ്റെ അമ്മ. നമുക്ക് നമ്മളെ മക്കൾ തന്നെ വലിയ വലുതാണ്. അത് ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എത്ര വിലപിടിപ്പായാലും വാടക വീട്ടിൽ നോക്കിയിട്ട് ഇതേപോലെ ഇവർക്ക് സൗകര്യമുള്ള വീട് നോക്കി എടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നമ്മളെ വീഡിയോ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല പോലത്തെ വീഡിയോകളൊക്കെ ഇടാം. സമയമില്ലാത്തതുകൊണ്ടാണ്. പുലർച്ചെ 5:30 എഴുന്നേറ്റിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നത് 9 മണിയാവും. പിന്നെ വീട്ടിൽ ജോലിയൊക്കെ കിടന്ന് തീരുമ്പോഴേ കിടന്നുറങ്ങാനാവും. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് എന്നെക്കൂടെ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോകളെല്ലാം ഇടാൻ നോക്കാം. ഞായറാഴ്ചയുടെ പിന്നെ നമുക്കൊരു സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനനുസരിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോകളെല്ലാം എടുക്കാം. എൻ്റെ മക്കളെ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ ഇടുന്ന വീഡിയോകളെല്ലാം കാണണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങളെ ചാനലിൻ്റെ വിജയം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.